ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വരികയാണ്. ഇന്നലെയാണ് ഇറാനെതിരെയുള്ള ആക്രമണം താൻ നിർത്തിവെക്കുന്നു, മിസൈൽ ആക്രമണമടക്കം പദ്ധതിയിട്ടിരുന്നു, നിർത്തിവെക്കുന്നു, അതും ഗൾഫ് രാജ്യങ്ങളുടെ സൗദിയുടെയും ഖത്തറിൻ്റെയും UAE-യുടെയും ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിർത്തിവെക്കുന്നു എന്ന പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സൈന്യാക്രമണം നടത്താൻ അമേരിക്ക ഇപ്പോൾ പൂർണ്ണ സജ്ജമാണെന്നാണ് ട്രംപിൻ്റെ വെല്ലുവിളി. ഇറാനിൽ നടത്താനിരുന്ന വ്യോമാക്രമണത്തിൽ നിന്ന് 1 മണിക്കൂർ മുൻപ് മാത്രമാണ് US പിന്മാറിയതെന്നും വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വെളിപ്പെടുത്തുകയാണ്. അതേസമയം ട്രംപ് പറയുന്ന വെല്ലുവിളികളോട് ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ട്രംപിങ്ങിനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഏതാക്രമണവും നേരിടാൻ തങ്ങൾ സജ്ജരാണ് എന്നും വെറുതെ വെല്ലുവിളിച്ച് സമയം മെനക്കെടുത്തണ്ട എന്നും മറ്റുമാണ് പറയുന്നത്. ഏതായാലും ഇത്തരം വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ഇത്തരം വെല്ലുവിളികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസവും UAE-യിലടക്കം ഖത്തറിലും മറ്റും ചില വ്യോമാക്രമണങ്ങൾ, ചില മിസൈൽ, ചില ഡ്രോൺ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊക്കെ തടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇറാന് ഇനി അധികം സമയം ലഭിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഈ ട്രംപിന്റെ വെല്ലുവിളി ഇത് പുതിയതല്ല. ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇറാൻ യാചിക്കുകയാണ് സമാധാന ശ്രമത്തിനായി എന്ന് മറ്റുമാണ്. പക്ഷേ ഇറാന് ഒരു കൂസലുമില്ല, അതാണല്ലോ സംഭവിക്കുന്നത്. അറിഞ്ഞത് തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ്. ആക്രമണത്തിന് തയ്യാറാണ് എന്ന് അമേരിക്ക ഇപ്പോൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ യുദ്ധത്തിനില്ല, ഒരു ദിവസത്തേക്കാണ് യുദ്ധം നിർത്തിയതെന്ന വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ, അതായത് സൗദി അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ആക്രമണത്തിന് മുതിരായിരുന്നത്. ഏറ്റവും ഒടുവിൽ 1 മണിക്കൂർ മാത്രം ശേഷിക്കെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം. ആ 1 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇറാനാകട്ടെ ഇക്കാര്യമൊക്കെ സംഭവിക്കുമ്പോഴും അവർക്ക് ഒരു കൂസലുമില്ല എന്നതാണ്. മാത്രമല്ല, അവർ കഴിഞ്ഞ ദിവസം ഒരു ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ട്രംപിനെയും അതോടൊപ്പം തന്നെ നെതന്യാഹുവിനെയും കൊലപ്പെടുത്തുന്നവർക്ക് വലിയ തുക, അതായത് ഇന്ത്യൻ രൂപ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 550 കോടി രൂപ ഇനാമായി നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ ഇപ്പോഴും ഇറാൻ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, മുസ്തഫ ഖമേനിക്ക് പരിക്ക് പറ്റിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ പുറത്തുവിടുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തോ ഒന്നും തന്നെ ഒരു പരിക്കും ഏറ്റിട്ടില്ല, ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന തരത്തിലൊക്കെ വരുന്ന വാർത്തകൾ തെറ്റാണ്. എന്നാൽ ചെവിക്ക് പിറകിൽ ഒരു പോറലേറ്റു എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണം ഖമേനിയെ ലക്ഷ്യം വെച്ച് നടന്നു എന്ന കാര്യം ഇറാൻ പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ചില വാദങ്ങൾ ശരിയാണ്. പക്ഷേ മുസ്തഫ ഇപ്പോഴും എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണമില്ല. റഷ്യയിലാണ് എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഇറാനിലാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം ഏത് നിമിഷവും നടക്കാവുന്ന സാഹചര്യമാണ്. ഇനി ഒരു പിന്തുടർച്ച അവകാശി കൂടി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ ആഘാതമാകും. അവരുടെ പരമോന്നത നേതാവായാണ് ഇപ്പോൾ മുസ്തഫ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മുസ്തഫയുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. റഷ്യയിലേക്ക് മാറി എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അനൗദ്യോഗിക വിവരങ്ങളാണ്, രാജ്യത്തില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റഷ്യ ആകട്ടെ ഇപ്പോൾ ഈ സാഹചര്യങ്ങളെ വളരെ ഗൗരവമായി വിലയിരുത്തുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം ഈ ട്രംപ് ചൈനീസ് സന്ദർശനം നടത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ പുടിനും ഇപ്പോൾ ചൈനയിലേക്ക് പോവുകയാണ്. കാരണം ദീർഘകാലമായി ചൈനയും റഷ്യയുമായിട്ടുള്ള വ്യാപാര കരാറുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. അവിടെയാണ് ട്രംപ് എത്തുകയും മറ്റ് ചില വ്യാപാര കരാറുകളിൽ ഒപ്പിടുകയും ചെയ്തത്. ചൈനയ്ക്ക് മനംമാറ്റമുണ്ടാകുമോ എന്ന ഒരു ആശങ്ക റഷ്യയ്ക്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിട്ട പുടിൻ്റെ സന്ദർശനം എന്ന വിവരം കൂടി വരുന്നു. പക്ഷേ അത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ഇപ്പോൾ തിടുക്കപ്പെട്ട് നടത്തുന്ന ഒരു സന്ദർശനമല്ല എന്ന് കൂടി റഷ്യ വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.